നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണർക്കാട് സെൻറ് മേരീസ് കോളേജിൻ്റെ ഫോർമൽ പ്രിൻസിപ്പലും ടൈസ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ പുന്നൻ കുര്യൻ സാറാണ്. സാറിന് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാർ, ടൈസ് എന്ന സ്ഥാപനത്തിലേക്ക് സാറിനെ നയിച്ചത് എന്താണ്, അല്ലെങ്കിൽ ടൈസ് എന്ന സ്ഥാപനത്തിൻ്റെ ഐഡിയ എന്തായിരുന്നു? ഞാൻ 1991 കോളേജിൽ ഒരു അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. സുവോളജി വിഭാഗത്തിലാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അതിനു മുമ്പ് തന്നെ എനിക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും അതുപോലെ സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് അപ്പോൾ തന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെ പ്രകൃതിയെ ോട് ചേർന്നുള്ളൊരു ജീവിതശൈലി നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു, നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നിലനിർത്തുക അല്ലെങ്കിൽ റീഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ പണ്ടേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. കോളേജിൽ അധ്യാപകനായിട്ട് കയറിയതിന് ശേഷം ഗവേഷണ രംഗത്തേക്ക് കടന്നു. പ്രത്യേകിച്ചും എലികളെ സംബന്ധിച്ചുള്ള ഗവേഷണമാണ്. എലികളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു ഇക്കോ ഫ്രണ്ട്ലി മെഷറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എലിപ്പനി ആ സമയത്ത് കേരളത്തിൽ വ്യാപകമായി. അപ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. അതിൽ വലിയ തോതിൽ ഇടപെടാൻ കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ഫണ്ട് എനിക്ക് ആദ്യമായിട്ട് ലഭിച്ചു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഗവേഷണത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നതോടുകൂടി നമുക്ക് അതിനെ അത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് ഗവേഷണം നടത്താനായിട്ടുള്ള സാധ്യതയുണ്ടായി. ഇത് കുറേ വർഷത്തെ ആ രംഗത്തെ പരിചയം, പിന്നെ ഞാൻ എൻ്റെ പഠനത്തിലും അല്ലെ പഠിപ്പീരിയിലും കോളേജിൽ അധ്യാപനത്തിലും ഇത്തരത്തിലുള്ള പരിചയങ്ങൾ, പ്രത്യേകിച്ചും കാടും അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു അവബോധം കൊടുക്കുന്നതിന് ഇപ്പോൾ ശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ പ്രോഗ്രാംസ് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇത് പക്ഷേ ഒരു ഇതുപോലുള്ള രൂപം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രൂപം ഉണ്ടായത് ഏകദേശം 1995 ശേഷമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ധനസഹായത്തോടുകൂടി ചില പ്രോജക്റ്റുകൾ കോളേജിൽ ആരംഭിച്ചത്. അപ്പോൾ അത് എലിപ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനുശേഷമാണ് അതിൽ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് അത് ചെറിയ തരത്തിലുള്ള സാമൂഹികമായിട്ടെന്ന് വെച്ചാൽ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ചിലർക്കൊക്കെ അതിനോടുള്ളൊരു ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ നടക്കുന്നതിലൊരു താല്പര്യക്കുറവും, പിന്നെ നമ്മുടെ പൊതുവെയുള്ളൊരു അന്തരീക്ഷത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുവന്നതിൽ അത്ര ഒരു സുഗമമല്ല എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ എന്നോട് സമാന ചിന്താഗതികളുള്ള അധ്യാപകരുമായിട്ട് ചേർന്നിട്ട് 2004 ഇത്ര ഒരു ആശയം പങ്കുവയ്ക്കുകയും 2004 ഡിസംബറിലാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസ് എന്ന പേരിൽ പരിസ്ഥിതിയുടെ എല്ലാ മേഖലകളിലും ഗവേഷണം നടത്തുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടുകൂടി നമ്മളൊരു സ്ഥാപനം ആരംഭിച്ചത്. അത് 2005 ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു. ഒരുപാട് പ്രോഗ്രാം മീൻസ് പ്രധാനമായും ഗവേഷണ പരിപാടികളാണ്. ഒപ്പം കമ്മ്യൂണിറ്റിയെ ട്രെയിൻ ചെയ്യുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ള തരത്തിലുള്ള ട്രെയിനിങ് സെഷൻസ്, കൂൺ കൃഷി, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ കൺസർവേഷൻ, ഇങ്ങനത്തെ മേഖലകളിലൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് 2010 ഒരു ക്യാമ്പസ് വാങ്ങാനിടയായി. അവിടെ അത് വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, എങ്കിൽ കൂടി പ്രൊഫഷണലായിട്ടുള്ളൊരു തലത്തിലേക്ക് ഓർഗനൈസേഷനെ കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ ഏകദേശം 150-ലധികം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ടഡ് പ്രോജക്ട്സാണ്, നാഷണൽ ഇൻ്റർനാഷണൽ അതുപോലെ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടൊക്കെയുള്ള റിസർച്ച് പ്രോജക്ട്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അത് കേരളത്തിലും കേരളത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുണ്ട്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെയാണ്, പാൻ ഇന്ത്യയാണ് ഞങ്ങളുടെ ഏരിയ. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള പ്രോജക്ട്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രോജക്ട്സ് അതാണ്. ഇപ്പോൾ ഇതാണ് പ്രയോറിറ്റി ഏരിയസ് എന്ന് പറയുന്നത്. നമ്മുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അത് പ്രധാനമായും നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയാം നമ്മുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത് ഞങ്ങളെല്ലാം ടീച്ചേഴ്സാണ്, 9 അധ്യാപകരാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം കോളേജസും അതുപോലെ സ്കൂൾസുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് റിലേഷൻ. അതുകൊണ്ട് കേരളത്തിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോളേജ്, യൂണിവേഴ്സിറ്റി, സ്കൂൾ തരത്തിൽ നല്ലൊരു നെറ്റ്വർക്ക് ടൈസിനുണ്ട്. അപ്പോൾ ഇത്തരം അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രീമിയർ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്.
ഞങ്ങൾ നേരത്തെ ഒരു 25 കോളേജിലും 3 യൂണിവേഴ്സിറ്റിയിലും ചെയ്തിരുന്നെങ്കിലും ഈ ലാസ്റ്റ് ഇയറിലാണ് ISO അംഗീകാരം ലഭിച്ചു. അപ്പോൾ ISOയുടെ സർട്ടിഫിക്കേഷൻ ബോഡിയാണ് ഇപ്പോൾ ടൈസ് 17020 വെച്ചുള്ള സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. ഇപ്പം വിവിധ കോളേജുകൾ ISO സ്റ്റാൻഡേർഡ്സിൽ SD ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള SD ഗോൾസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് വിത്ത് ഗ്രീൻ ഓഡിറ്റാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു സിംഗിൾ ഏജൻസിയാണ് അത്തരത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സസ്റ്റൈനബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? അത് സസ്റ്റൈനബിലിറ്റി വേഴ്സസ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ രണ്ട് ഡിഫറൻറ്റ് പാരഡൈമാണ് എന്നൊരു തോന്നൽ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ SD ഗോൾസ് വന്നതോടുകൂടി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം വന്നത് ഏത് ഡെവലപ്മെൻറ്റ് നടത്തിയാലും ഈവൻ ഡെവലപ്മെൻ്റ് അല്ല, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും നമുക്ക് ഇത്തരത്തിലുള്ള സുസ്ഥിരതയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു 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 പാക്കേജാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഡിവിജ്വലായിട്ട് നേരിടുന്ന ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇഷ്യൂസ്, എപ്പിഡമിക്സ്, പാൻഡമിക്സ് ഇത് മുതൽ അതുപോലെ നമ്മുടെ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, പരിസ്ഥിതിയുമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് നേരിടുന്നതിനൊരു പുതിയ ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ SD ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സന്തോഷ സൂചിക. ഭൂട്ടാനിലാണത് മുന്നോട്ട് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇപ്പം ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യമാണ് മുന്നിൽ നിൽക്കുക. നമ്മളും ആ തരത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ഗ്രോസ് ഹാപ്പിനെസ്? ഒരുപക്ഷെ SD ഗോൾസിൻ്റെ 17 കമ്പോണൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ, വേറൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം GDPയിൽ നിന്ന് അത് GHPയിലേക്ക് അല്ലെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് നമ്മൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി വേഴ്സസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലാഷ് ഇല്ലാതാവും. കാരണം വെച്ചാൽ രണ്ടും ഒന്നാണ്. നമ്മൾ വികസനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ വിത്തൗട്ട് സസ്റ്റൈനബിലിറ്റി അത്തരത്തിലുള്ള ഒരു വികസനത്തിന് യാതൊരു അർത്ഥവും ഇല്ലെന്നുള്ള വാസ്തവം അത് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് കിഡ്നി ട്രബിൾ, ലിവർ, ഇങ്ങനെയുള്ള ഡിസീസസ് എല്ലാം വളരെ കോമൺ ആണ്. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ ലിവർ ഡിസീസസ് അല്ലെ കാർഡിയാക് ഡിസീസസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? അത് പ്രൊമോട്ട് ചെയ്തുകൂടാ? അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് പ്രൊമോഷനായിട്ട് ഈവൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും നമ്മൾ നടക്കുന്നില്ല. മരിയനുമായിട്ടുള്ള ഈ ഒരു സഹകരണത്തിലൂടെ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ഏകദേശം 10-15 വർഷത്തിലേറെയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ, അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷനാണ്. എസ് രാധാകൃഷ്ണൻ പറയുന്ന പോലെ ട്രിനിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹം പറയാറുണ്ട്. ടീച്ചിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ 3 കമ്പോണൻറ്റും ഇന്നും പ്രസക്തമാണ് നമ്മളെ സംബന്ധിച്ച്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പണ്ടൊക്കെ യൂണിവേഴ്സിറ്റി മാത്രമേ റിസർച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈവൻ കോളേജസ് ആർ ഏബിൾ ടു ഡു റിസർച്ച്. അതുപോലെ നമ്മുടെ കോളേജുകളിലേക്ക് റിസർച്ച് വന്നു കഴിഞ്ഞു. വളരെ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള അതുപോലുള്ള ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് ധാരാളമായിട്ടുള്ള അധ്യാപകർ എല്ലാ കോളേജിലുണ്ട്. ഇപ്പം മരിയനിലും അതുപോലെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്കറിയാം നാക്കിൻ്റെ അക്രഡിറ്റേഷനിലാണെങ്കിലും റിസർച്ചിന് വലിയ പ്രാധാന്യമുണ്ട്. എത്ര പബ്ലിക്കേഷനുണ്ട്, എത്ര പേറ്റൻസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പം സസ്റ്റൈനബിൾ സുസ്ഥിരത കൈവരിക്കണമെങ്കിൽ ഒരു സ്ഥാപനത്തിന്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ അകത്തേക്കും ഈ സുസ്ഥിരതമായിട്ടുള്ള കമ്പോണൻസ് കൊണ്ടുവരണം. ടീച്ചിങ്, ലേണിംഗ്, ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ അകത്തേക്ക് സസ്റ്റൈനബിലിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗവേഷണ മേഖലകൾ. നമ്മൾ എന്തൊക്കെ ഗവേഷണം ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്? ഓൺലി ഫോർ ദ നെയിം സേക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഡിഗ്രി കിട്ടാനോ അത്തരത്തിലുള്ള ഗവേഷണം മാത്രമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ പ്രൊമോഷൻ ആവശ്യമുള്ള പേപ്പറുകൾ മാത്രമാണോ പബ്ലിഷ് ചെയ്യപ്പെടുക? ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ളൊരു അക്കൗണ്ടബിലിറ്റി കോളേജിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു സ്ഥാപനത്തിന് ഇത് മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. അപ്പോൾ ആ സുസ്ഥിരത നയിക്കുന്നതിന് വളരെ കൊച്ചു ഒരു സ്ഥാപനമാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജി സയൻസ്. ഇറ്റ്സ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പം എങ്കിൽ കൂടി നമുക്കത് ഒരു പരിധിവരെ ഒരു അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കഴിഞ്ഞ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും ഒരു
മരീൻ കോളേജുമായിട്ടുള്ള ഒരു അസോസിയേഷനിൽ. മാത്രമല്ല മരീൻ കോളേജിൻ്റെ ഇത്രയധികം ഹ്യൂമൻ റിസോഴ്സസ്, ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചറൽ റിസോഴ്സസ്, ഇതൊക്കെ ഈ തരത്തിലേക്ക് നമുക്ക് ഈ ഒരു എക്സ്പെർട്ടൈസും തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സസ്റ്റൈനബിലിറ്റി കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇൻ പ്രാക്ടിക്കലി ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേന്ദ്രീകരിച്ചാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിലേക്ക് യൂണിവേഴ്സിറ്റിയിലും കോളേജസിലും ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കോളേജുകളിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം. നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലതും പഠിക്കാറേ ഉള്ളൂ. പഠിക്കുകയും നമ്മൾ പരീക്ഷകൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് അവസാനിക്കുന്നു. നമ്മളിപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അക്കാഡമിക് ഡിഗ്രിയുടെ എക്സലൻസിലാണ്. അപ്പോൾ അവിടെ ഇത് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു ഇൻഫർമേഷൻ ലെവലിലുണ്ടാവും. പക്ഷേ നോളജ് ഉണ്ടോ, അത്തരത്തിലുള്ളൊരു വിസ്ഡം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കുട്ടികളുടെ അത് നമ്മുടെ കുട്ടികൾ കുഴപ്പമില്ല, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല കാലിബറുള്ള കുട്ടികളുടെ ഒരു സമൂഹമാണ് മലയാള സമൂഹം എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ട് നമുക്കത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണില്ല. ആ രീതിയിലേക്ക് ഈ കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണില്ല. അപ്പം ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം കോളേജുകളിൽ. അപ്പം കോളേജുകളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും എനർജി കൺസർവേഷൻ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണെങ്കിലും നേറ്റീവ് ഫുഡ് ആണെങ്കിലും ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും ഡ്രിങ്കിങ് വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റീസ് ആണ്, ഇതൊക്കെ കോളേജ് അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ ആയിരിക്കണം. അപ്പം സ്റ്റുഡൻസിനും കോളേജ് കമ്മ്യൂണിറ്റിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ആ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഈ കോളേജ് കമ്മ്യൂണിറ്റി നെയ്ബറിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പം ഇവിടുത്തെ പബ്ലിക് കമ്മ്യൂണിറ്റി ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്ലാന്റേഷൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഹൈലാൻഡ് ഏരിയയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് ജോഗ്രഫിക്കലായിട്ടുള്ള എൻവയൺമെൻറ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്. അഗ്രികൾച്ചർ പ്ലാന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാൻ കഴിയണം. ഇപ്പം നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേരിടുന്ന പ്രശ്നം സസ്റ്റൈനബിലിറ്റി ഇല്ലായ്മയാണ്. സബ്സിഡൈസ്ഡ് സിസ്റ്റമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതൊരിക്കലും സസ്റ്റൈനബിൾ അല്ല. എന്നും സബ്സിഡി കൊടുത്തൊരു സിസ്റ്റത്തിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്ട്സിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു അപ്പീലിംഗ് ഇല്ലാതെ വരുന്നത്? ബിക്കോസ് അതിൻ്റെ അകത്തുള്ള പൊല്യൂഷന്, നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു, നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് അങ്ങനെ അല്ലാതായി മാറുന്നു. അപ്പം നമ്മുടെ ഫാമേഴ്സിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? നമ്മുടെ അത്തരത്തിലുള്ള ഇൻപുട്സിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫാമേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ ഇത്തരം നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യം. അതുപോലെ കോളേജ് കമ്മ്യൂണിറ്റി ഇപ്പോൾ നോ ഡിസ്പോസിബിൾ ക്യാമ്പസ് എന്ന രീതിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ ഒരു സാധനവും ഡിസ്പോസിബിൾസ് ഉപയോഗിക്കില്ല, സിംഗിൾ യൂസ് ഐറ്റംസ് ഉപയോഗിക്കില്ല എന്നുള്ളത് കമ്പൽസറി ആകും. സോ ഓട്ടോമാറ്റിക്കലി അത് ഹാബിച്വേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഇവിടുന്ന് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അത് വീടുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. ഇത് നിങ്ങളുടെ പേരൻസിലേക്ക് ഇല്ലെന്നോ, പേരൻസ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഇല്ലെന്നോ, ഫാമിലി കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസ് ഓഫ് ദി കോളേജ്, യൂസ് ഓഫ് പേപ്പർ, വേസ്റ്റേജ് ഓഫ് പേപ്പർ, ഇതൊക്കെ നമ്മൾ ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഗോസ് ടു യുവർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈലിനെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസാണ് സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് കോളേജുകളിൽ ഉണ്ടാവേണ്ടത്. അത് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി, ലോക്കൽ എൻവയൺമെൻറ്റ്, ലോക്കൽ സോഷ്യൽ ഇഷ്യൂസ് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതും കൂടി ആവണം. അപ്പോൾ അത് മീനിങ് ഫുള്ളാവും. അത് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഒരു ഇഫക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാലിബർ അത് ഉണ്ടാക്കിത്തരും. താങ്ക് യു സാർ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ അടുത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകതയെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും സംസാരിച്ച ഡോക്ടർ പുന്നൻ കുര്യൻ സാറിന് വളരെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സാർ. മറ്റൊരു അതിഥിയുമായി ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കർ വരുന്നത് വരെ നന്ദി, നമസ്കാരം.